ഗിൽഗാൽ പെന്തക്കോസ്റ്റൽ ചർച്ച് ക്രമീകരിച്ച ഈ ഫാമിലി കോൺഫറൻസിൽ ദൈവവചനം പങ്കുവയ്ക്കുവാൻ അത്യുന്നതനായ ദൈവം എനിക്ക് തന്ന ഈ അവസരം ദൈവം എന്നോട് കാണിച്ച ഒരു വലിയ ഫേവറായി ഞാൻ കാണുകയാണ്. എന്നെ ഈ കോൺഫറൻസിലേക്ക് ക്ഷണിച്ച സഭയുടെ ശുശ്രൂഷകനും ആദരണീയനുമായ പാസ്റ്റർ സണ്ണി ജോൺ, തൻ്റെ കുടുംബം, തൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ, ദൈവജനങ്ങൾ എല്ലാവരോടുമുള്ള എൻ്റെ കടപ്പാട് ഞാനിവിടെ പ്രകാശിപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ ധാരാളമായി ദൈവം സഭയുടെ മേൽ, കൂട്ടായ്മകളുടെ മേൽ പകർന്ന് ഈ ദേശത്തിന് ഒരു വലിയ ആഹ്വാനമായി ദൈവരാജ്യത്തിന്റെ സ്വാധീനത ദേശമെങ്ങും വ്യാപകമാക്കുവാൻ ദൈവം ഈ സഭയെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില വർഷങ്ങൾക്കപ്പുറം ഞാൻ ആദ്യമായി UK വരുവാൻ ഇടയായി തീർന്നു. അതിന് കാരണമായത് ദൈവമാണ്. ഒപ്പം പാസ്റ്റർ ബിനോയ് എബ്രഹാമാണ്. ഞാൻ വളരെ സ്നേഹിക്കുന്ന അനുഗ്രഹീതനായ എൻ്റെ സഹോദരൻ, തന്നെ ഈ കുടുംബത്തെയും പ്രിയ അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന പാസ്റ്റർ വിൽസൺ തന്നെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഇവരുടെയും കുടുംബത്തെ ഞാൻ പ്രത്യേകം അവരെയും വന്ദനം ചെയ്യുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സണ്ണി ജോണിനോട് ചേർന്ന് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യവും ചില ദിവസങ്ങൾ അവരുടെ ഭവനത്തിൽ പാർക്കുവാൻ എനിക്കിടയായി. ഞാൻ വളരെ ആദരിക്കുന്ന ഒരു ദൈവഭക്തനാണ്. ഒരു തികഞ്ഞ ആത്മീകൻ, ജാടകളില്ലാതെ, പ്രഹസനമൊന്നുമില്ലാതെ ദൈവ ഭക്തിയോടെ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യൻ. തന്റെ കുടുംബത്തിൽ പാർക്കുക വഴി എനിക്ക് അത് ബോധ്യമായിട്ടുണ്ട്. ദൈവം പ്രിയമുള്ളവരുടെ ദേശത്ത് ദൈവരാജ്യത്തിന് ഒരു വലിയ പ്രചോദനമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ദൈവവചനം പറഞ്ഞു തന്നെന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന അനുഗ്രഹീതനായ ഒരു ദൈവഭക്തൻ പാസ്റ്റർ TM ജോർജ് കുട്ടി, അദ്ദേഹത്തിന്റെ മകനാണ് തോമസ് ജോർജ്. ബഹുമാനപ്പെട്ട കർത്തൃദാസനെ കാണുവാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത പാസ്റ്റർ സജി, അദ്ദേഹത്തെ കാണുവാനും പരിചയപ്പെടുവാനും ഇടയായി തീർന്നു. ദൈവം തന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ചെങ്ങന്നൂരിൽ നിന്ന് കടന്നു വന്ന ബഹുമാന്യ ദൈവദാസനെ ഞാൻ വന്ദനം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന സകല വിശുദ്ധന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ അഭിവാദനങ്ങൾ. മനോഹരമായ പാട്ടുകൾ നമുക്കിവിടെ കേൾക്കുവാനിടയായി തീർന്നു. സ്തോത്രം. 1.5 മണിക്കൂർ 2 മണിക്കൂർ അവരിവിടെ നിൽക്കുകയായിരുന്നു. ആരും എഴുന്നേറ്റില്ല. സമാഗമന കൂടാരത്തിലും പുരോഹിതന്മാർക്കൊന്നും ഇരിക്കാൻ കസേരയോ സ്റ്റൂളോ ഒന്നും ഇല്ലായിരുന്നു. അവരും ശുശ്രൂഷയിൽ വളരെ ഉത്സാഹത്തോടെ കർത്താവിനായി പാടുവാൻ ദൈവം അവരെ ഒരുക്കി. ബ്രദർ ബെന്നിന്റെ നേതൃത്വത്തിലുള്ള ആ ടീം അംഗങ്ങളെ എല്ലാവരെയും ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ കർത്താവായ യേശുവിന്റെ വരവിനെ കുറിച്ച് അതിനോടനുബന്ധമായ ചിന്തകളായിരുന്നു പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഫാമിലി കോൺഫറൻസിൽ എനിക്ക് ഇഷ്ടമുള്ള വിഷയം സംസാരിക്കാൻ അനുവാദം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു ചിന്ത പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പകർന്നത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഞാനൊന്ന് വിശ്വസിക്കുന്നു, യേശുവിന്റെ സാന്നിധ്യം ഇവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം. അതെങ്ങനെ ഇത്ര ധൈര്യത്തോടെ പറയാൻ കഴിയുമെന്ന് ചിലരെങ്കിലും സംശയബുദ്ധിയാ ചിന്തിക്കുന്നെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ പുസ്തകം പറയുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. അവിടുത്തെ അപദാനങ്ങളെ വർണ്ണിക്കുവാൻ, അവിടുത്തെ അതുല്യ നാമത്തെ ഉയർത്തുവാൻ ദൈവം നമുക്ക് തന്ന അവസരമാണ്. യേശുവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. മറ്റൊരു കാര്യത്തിലും എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോ യേശുവിനോട് പറഞ്ഞു, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ഞാനിവിടെ വന്നത് തനിച്ചല്ല, എന്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട് എന്നോട് കൂടെ. ആ ധൈര്യം
ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഉയർത്തപ്പെടുന്ന ഏക നാമം യേശുവിന്റെ നാമമാണ്. പ്രസംഗിക്കുന്നവർക്കൊന്നും ഒരു മഹത്വവുമില്ല. അവർ കേവലം മനുഷ്യരാണ്, മൂക്കിൽ ശ്വാസമുള്ള കേവല മനുഷ്യരാണ്. എന്നാൽ യേശു അവൻ മാത്രം അതുല്യൻ. അവിടുത്തെ നാമം മാത്രം സ്തുത്യമായത്. അവിടുത്തെ നാമത്തിന് സകല നാമവും ഇന്ന് രാവിലെ പുകഴ്ചകൾ അർപ്പിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ അല്പനിമിഷത്തെ ധ്യാനത്തിനായി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വളരെ എല്ലാവർക്കും പരിചയമുള്ള ഒരു വേദഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. Acts chapter 2 verse 3. അപ്പോസ്തല പ്രവൃത്തി 2:3. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. നമ്മുടെ തലകളെ വണക്കി കണ്ണുകളെ അടച്ച് നമുക്ക് വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ വന്യമായ പാദപീഠത്തിൽ അവരോട് നിന്റെ ദാസിദാസന്മാരായി ഞങ്ങൾ അടുത്തു വരുന്നു. ദൈവാത്മാവേ, ഞങ്ങളുടെ അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ വചന കേൾവി ഞങ്ങളുടെ ജീവിതത്തിന് വലിയ പരിവർത്തനത്തിന് ഹേതുവാകുക. വചനം ശക്തിയോടെ വിഭാഗിക്കേണ്ടതിന് കൃപ തരണമേ കർത്താവേ. കേൾക്കുന്ന നിന്റെ ജനത്തെ അനുഗ്രഹിക്കണം. ഈ കോൺഫറൻസ് വളരെ കർത്താവേ ശ്രമകരമായി നിന്റെ മക്കളെ ഒരുക്കി ഇതിന്റെ അനുഗ്രഹം നിന്റെ ജനം പ്രാപിക്കണം. അതിന് വിരോധമായി ഉയരുന്ന ശത്രുവിന്റെ സകല ഉയർച്ചകളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുകയാണ്. മഹത്വമെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. എന്നേക്ക് 21 വർഷങ്ങൾക്കപ്പുറം ഞാൻ ആദ്യമായി ഒരു വിദേശ യാത്രയ്ക്ക് എന്നെ ക്ഷണിച്ചു. അമേരിക്കൻ ഐക്യനാടിൽ മലയാളി പെന്തക്കോസ്റ്റൽ കോൺഫറൻസിൽ ഒരു പ്രസംഗകനായിട്ടാണ് ഞാൻ പോയത്. ഡാളസ് ഫോർട്ട് വർത്തിൽ നടന്ന ഒരു കോൺഫറൻസ് ആണ്. ബഹുമാനപ്പെട്ട പാസ്റ്റർ സാജി അതിൽ പങ്കെടുത്തിരുന്നുവെന്ന് അറിയുവാൻ ഇടയായിട്ടുണ്ട്. ഞാൻ ആ കോൺഫറൻസിൽ പോയതോ അമേരിക്കയിൽ പോയതോ വലിയ കാര്യമായിട്ടൊന്നും പറയാനല്ല പറയുന്നത്. അമേരിക്കയിൽ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയണം. അങ്ങനെ വീട്ടിലെ പണിക്കാരത്തി ഇപ്പോൾ അമേരിക്കയിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അത് വലിയ കാര്യമൊന്നുമല്ല. അത് പറയാനല്ല ഞാൻ എടുത്തത്. അന്ന് ഞാൻ ആ അന്യദേശത്ത് പോയപ്പോൾ ഞാൻ താമസിച്ച വീടുകളിൽ കണ്ട ഒരു പ്രത്യേക കാഴ്ചയുണ്ട്. എല്ലാ വീടുകളിലും ആ വീടിന്റെ ലിവിംഗ് റൂമില് ഒരു ഫയർ പ്ലേസ് എല്ലാ വീടുകളിലും ഇങ്ങനെ ഞാൻ കണ്ടു. തീത്തിണ്ണ. പൂർവ്വ നാടുകളിലൊക്കെ അവിടെ തീ ഒരുക്കി ആളുകൾ തീ കായുമായിരുന്നു. ഹീറ്റിംഗ് സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന ആ കാലത്ത് അന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാഴ്ചയാണ്. ഞാൻ പോയ മിക്ക ഭവനങ്ങളിലും ഇന്ന് പല വീടുകളിലും അമേരിക്കയിൽ അതുണ്ട്. പക്ഷേ അതൊരു ഷോക്കേസ് പോലെ വെച്ചിരിക്കുകയാണ്. തീത്തിണ്ണ എല്ലാ വീടുകളിലും അത് കാണാം. ഇന്ത്യയിൽ ഞാൻ പാർക്കുന്ന സ്ഥലമൊക്കെ ഉഷ്ണ സ്ഥലമായതുകൊണ്ട് അതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എന്നെ അത് അത്ഭുതപ്പെടുത്തിയത്. എന്നാൽ ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, God has always had his fireplaces. ദൈവത്തിന് എല്ലാ കാലത്തും തന്റേതായ തീത്തിണ്ണകളുണ്ട്. മഹാദൈവ പുരുഷനായ മോശ മിസ്രയീമിലെ കൊട്ടാര സുഖങ്ങളെ വലിച്ചെറിഞ്ഞ് യിത്രോവിന്റെ ആടുകളെ മേയിക്കുക എന്ന പുതിയ കർമ്മ പരിപാടിയുമായി ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ വന്നെത്തിയപ്പോൾ താൻ കണ്ട ബേണിംഗ് ബുഷ്, ഒരു മുൾപടർപ്പ് തീ കൊണ്ട് കത്തുന്നു, അത് വെന്തു പോകുന്നില്ല. സ്തോത്രം. മറ്റൊരു ഒന്ന്, the brazen altar of tabernacle, സമാഗമന കൂടാരത്തിലെ താമ്ര യാഗപീഠം, ദൈവത്തിന്റെ മറ്റൊരു തിണ്ണ, തീത്തിണ്ണ. വേറൊന്ന് കർമ്മേൽ പർവ്വതത്തിൽ ദൈവത്തിന്റെ മനുഷ്യനായ പ്രവാചകനായ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാർ
ഇസ്രായേലിലെ യഹോവയായ ദൈവം ജീവിക്കുന്ന ദൈവമെന്ന് വെളിപ്പെടുത്തേണ്ടതിന് ഒരുക്കിയ യാഗപീഠത്തിന്മേൽ താൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് തീമഴ പെയ്തിറങ്ങി ആ യാഗപീഠത്തെയും യാഗവസ്തുവിനെയും ദഹിപ്പിച്ചു. ആരും ദൈവത്തിന്റെ തീത്തിണ്ണകളിലൊന്ന് മാത്രമല്ല, ഇന്ന് ഹിസ് പെന്തക്കോസ്റ്റൽ പീപ്പിൾ, പെന്തക്കോസ്ത് അനുഭവം പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ, these are just a few of God's fireplaces. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ദൈവത്തിന്റെ തീത്തിണ്ണകളിൽ ചിലതാണ്. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, the only fireplaces he has today in all the world are the hearts of his people. സ്തോത്രം. ഇന്ന് ദൈവത്തിന് ലോകത്തിലുള്ള ഏക തീത്തിണ്ണ എന്ന് വിശേഷിപ്പിക്കാവുന്നത് തന്റെ മക്കളായ ദൈവജനത്തിന്റെ ഹൃദയങ്ങളാണ്. സ്തോത്രം, സ്തോത്രം. നാം അവന്റെ തീത്തിണ്ണകളാണ് നമ്മുടെ ഹൃദയങ്ങൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്ന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി അയക്കുന്ന തീത്തിണ്ണകള്. സ്തോത്രം. ഞാൻ വേഗത്തില് ആ വചനം വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, 1-ാം നൂറ്റാണ്ടിൽ ആദിമസഭ കാത്തിരുന്ന വിശുദ്ധന്മാരുടെ നടുവിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് ആണെന്ന് വായിക്കുന്നത്. The Holy Spirit appeared unto them like as of fire. തീ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്ന് വായിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 29-ാം വാക്യം പറയുന്നു, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. യെശയ്യാവ് അതിനെ കുറിച്ച് പറയുന്നത്, യെശയ്യാ പ്രവചനം 4-ാം അധ്യായം 5-ാം വാക്യം, യഹോവ സിയോൻ പർവ്വതത്തിലെ സകല നിവാസസ്ഥലത്തിന്മേലും അതിലെ സഭായോഗങ്ങളിന്മേലും പകലിന് ഒരു മേഘവും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സ്തോത്രം. പ്രവാചകൻ ഇതിനെ കുറിച്ച് പറയുന്നത് the spirit of burning, കത്തുന്ന ആത്മാവ്. യഹോവ സിയോൻ പർവ്വതത്തിലെ സകല നിവാസങ്ങളിന്മേലും അതിലെ സഭായോഗങ്ങളിന്മേലും പകലിന് ഒരു മേഘവും രാത്രിക്ക് ഒരു അഗ്നിജ്വാലയും സൃഷ്ടിക്കും. ഇന്ന് രാവിലെ ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, the fire of the Holy Spirit is burned in the fireplaces of our own hearts. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന തീ നമ്മുടെ ഹൃദയത്തിന്റെ തീത്തിണ്ണകളില്, ഹൃദയമാകുന്ന തീത്തിണ്ണകളില് ഇന്ന് പകൽ ഒന്ന് കത്തി ജ്വലിക്കണം. കർമ്മേലിൽ പെയ്തിറങ്ങിയ പരിശുദ്ധാത്മാവിന്റെ തീ, ഹോരേബിൽ മുൾപടർപ്പിനെ കത്തിച്ച തീ, സമാഗമന കൂടാരത്തിലെ താമ്രയാഗപീഠത്തിൽ നിരന്തരം കത്തിക്കൊണ്ടിരുന്ന തീ, പെന്തക്കോസ്ത് നാളിൽ കാത്തിരുന്ന 120 പേരുടെ മേൽ പെയ്തിറങ്ങിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായ തീ. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും അധരങ്ങളിൽ നിന്ന് ഉയരേണ്ട പ്രാർത്ഥന, set my soul afire, oh Lord. ദൈവമേ, എന്റെ ഉള്ളത്തിൽ ഒന്ന് കത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമെങ്കിൽ ഇന്ന് പകൽ അസാധാരണമായ പരിശുദ്ധാത്മ പകർച്ച ഈ ഓഡിറ്റോറിയത്തിൽ ദൈവജനം അനുഭവിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം സംഗതി വരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഞാൻ ഇത് പങ്കുവെക്കുന്നത്? എന്റെ ദൈവം, he is all that fire is and he does all that fire does. തീ എന്താകുന്നു, എന്റെ ദൈവം അത് തന്നെയാണ്. തീ എന്ത് പ്രവർത്തിക്കുന്നു, ആ പ്രവൃത്തിയും എന്റെ ദൈവം ചെയ്യുന്ന പ്രവൃത്തി അത് തന്നെയാണ്. I repeat, he is all that fire is and he does all that fire does. തീ
എന്താകുന്നു? എന്റെ ദൈവം അതാ. തീ എന്ത് ചെയ്യുമോ? എന്റെ ദൈവം അത് തന്നെയാ ചെയ്യുന്നത്. എന്താ തീയുടെ പ്രവൃത്തി? ഫയർ കൺസ്യൂംസ്. തീ ദഹിപ്പിക്കുന്നു. The bonfire of Ephesus consumed. എഫെസോസിലെ അഗ്നിപ്രളയം അരിതാത്ത ഗ്രന്ഥങ്ങളെ കത്തിച്ചു കളഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ പ്രസംഗിച്ചു. യേശുവിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കെ ദേശാന്തരികളായ മന്ത്രവാദികൾ, എക്സോസിസ്, ഒരു യഹൂദ പുരോഹിതന്റെ സ്കേല എന്ന ഒരുവന്റെ 7 മക്കൾ പൗലോസിന്റെ ശുശ്രൂഷ കണ്ട് അവരും അത്ഭുതപ്പെട്ടു. അവരും തങ്ങളുടെ ബിസിനസ് എൻഹാൻസ് ചെയ്യുവാൻ അവരും യേശുവിന്റെ നാമം അധികാരമില്ലാതെ എടുക്കാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ അവരും അശുദ്ധാത്മാക്കളോട് കൽപ്പിച്ചു, യേശുവിന്റെ നാമത്തിൽ ആണയിടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് പിടിച്ച മനുഷ്യൻ സ്കേലയുടെ പുത്രന്മാരോട്, മന്ത്രവാദികളായ ഈ ദേശാന്തരികളോട് ചോദിച്ചു, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാൽ നിങ്ങളാരാ? ദുരാത്മാവ് പിടിച്ച മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണു, അവരെ കീഴടക്കി, അവരെ ജയിച്ചു. അവർ മുറിവേറ്റവരും നഗ്നരുമായിട്ട് അവിടെ വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. എഫെസോസിൽ പാർത്ത സകല യഹൂദന്മാരും സകല യവനന്മാരും ഈ വാർത്ത കേട്ടു. അവർ ഭയപ്പെട്ടു. കർത്താവിന്റെ നാമം മഹിമപ്പെട്ടു. സൂത്ര പ്രയോഗം ചെയ്തിരുന്ന പലരും അവരുടെ പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ട് അത് തീയിൽ ഇട്ട് ചുട്ടുകളഞ്ഞു. പലരും തങ്ങളുടെ കുറ്റം വന്ന് ഏറ്റുപറഞ്ഞു. കർത്താവിന്റെ നാമം ദേശമെല്ലാം മഹിമപ്പെടുവാൻ ഇടയായി തീർന്നു. ഫയർ കൺസ്യൂംസ്. തീ ദഹിപ്പിക്കുന്നു. അറിയാത്ത ഗ്രന്ഥങ്ങളെ അത് ദഹിപ്പിച്ചു. ഫയർ കൺസ്യൂംഡ് സോഡോം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സോദോമിലെ ജനം യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. അവർ വഷളത്വം പ്രവർത്തിച്ചു. സോദോമ്യർ ദൈവത്തെ മറന്ന് പാപത്തിൽ രസിച്ചു. പാപം സോദോമിൽ അരങ്ങ് തകർത്തപ്പോൾ യഹോവയുടെ കോപം ജ്വലിച്ചു. അവൻ ഇതാ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്ത് നിന്ന് തന്നെ തീയും ഗന്ധകവും അയച്ചു. സോദോം ദഹിപ്പിക്കപ്പെട്ടു. ഹലോ, ഫയർ കൺസ്യൂംസ്. യഹോവയായ ദൈവം മോശെ മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് ഇങ്ങനെ പറഞ്ഞു. ആവർത്തനം 9:4 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേലേ, ഇന്ന് നിങ്ങൾ യോർദാൻ കടന്ന് നിങ്ങളെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുള്ള പട്ടണങ്ങളെയും നിങ്ങളെക്കാൾ വലിപ്പവും പൊക്കവുമുള്ള അനാക്യരെന്ന ജാതിയെയും നിങ്ങൾ കീഴടക്കുവാൻ പോകുന്നു. അവരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അനാക്യരുടെ മുൻപിൽ നിൽക്കാവുന്നവനാർ എന്നുള്ള ചൊല്ലും നിങ്ങൾ കേട്ടിരിക്കുന്നു. എന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി ഇന്ന് നിങ്ങളുടെ മുൻപിൽ കടന്നു പോകുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അവരെ നശിപ്പിക്കുകയും ക്ഷണത്തിൽ അവരെ നീക്കിക്കളയുകയും ചെയ്യും. Hallelujah. Fire consumes. സ്തോത്രം, സ്തോത്രം. തീ ദഹിപ്പിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് യോർദാൻ കടന്ന് നിങ്ങളെക്കാൾ ബലമുള്ള ജാതികളെ, നിങ്ങളെക്കാൾ പൊക്കമുള്ള ജാതികളെ, ആകാശത്തോളം ഉയർന്ന മതിലുള്ള പട്ടണങ്ങളെ, അനാക്യരെയുന്ന ജാതികളെ നിങ്ങൾ കീഴടക്കുവാൻ പോകുന്നു. ദൈവം പറയുക, ഇന്ന് പകലൊരു ദൂത ദൈവാത്മാവ് ഇവിടെ വിളിച്ചു പറയുക, ഈ കൂട്ടായ്മ കഴിഞ്ഞ് നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ നിങ്ങളെക്കാൾ പൊക്കമുള്ള ആകാശത്തോളം ഉയർന്ന മതിലുള്ള പട്ടണങ്ങൾ പോലെ ശത്രു പടുത്തുയർത്തിയിരിക്കുന്ന കോട്ടകളെ കീഴടക്കുവാൻ, ശത്രുവിനെ ഇല്ലായ്മ വരുത്തുവാൻ,
അവനവരെ നീക്കിക്കളയും, അവനവരെ നീക്കിക്കളയും, ക്ഷണത്തിൽ അവയെ നശിപ്പിക്കും. ഹല്ലേലൂയ. ദൈവജനത്തിന് മുൻപിൽ കടന്നു പോകുന്ന ദൈവ സാന്നിധ്യത്തിനായി ഇന്ന് പകൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Hallelujah. 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 He is all that fire is, and he does all that fire does. തീ എന്താകുന്നു? എന്റെ ദൈവം അതാ. തീ എന്ത് പ്രവർത്തിക്കുന്നു? എന്റെ ദൈവം അതാ ചെയ്യുന്നത്. സ്തോത്രം. ഫയർ കൺസ്യൂംസ്. തീ ദഹിപ്പിക്കുന്നു. ഇസ്രായേൽ യഹോവയ്ക്ക് അനിഷ്ടമായി ഇത് ചെയ്തു. ശബദാർപ്പിതം അവരിൽ ഒരാളെടുത്ത് മോഹിച്ച് കൂടാരത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേലും ഹായി പട്ടണം പിടിച്ചടക്കുവാൻ പോവുകയാണ്. ഹായി അവർ ഇതുവരെ പിടിച്ചടക്കിയ പട്ടണങ്ങളെക്കാൾ താരതമ്യേന ദുർബലമായ പട്ടണമാണ്. എന്നാൽ ഹായിൽ ഇസ്രായേൽ അമ്പെ തോറ്റ് പിന്മാറേണ്ടി വന്നു. യോശുവയുടെ ഹൃദയം വല്ലാതെ തകർന്നു. അവൻ ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങി. അവൻ ദൈവത്തോട് നിലവിളിച്ചു. അപ്പൊ യോശുവയോട് ദൈവം പറഞ്ഞു, യോശുവേ, നീ ജനത്തോട് പറയുക, ഇസ്രായേലിന്റെ നടുവിൽ പാപമുണ്ട്. ഇസ്രായേലിന്റെ നടുവിൽ പാപമുള്ളിടത്തോളം ശത്രുവിന്റെ മുൻപിൽ നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം, സ്തോത്രം. ഇതാ ജനത്തെ ശുദ്ധീകരിപ്പീൻ എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്തു. എന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, പാപമുള്ളിടത്തോളം ദൈവത്തിന് പ്രവർത്തിപ്പാൻ പറ്റില്ല. പാപമുള്ളിടത്തോളം ശത്രുവിന്റെ മുൻപിൽ നമുക്ക് നിൽപ്പാൻ പറ്റില്ല. അവർ നോക്കി, യോശുവ ജനത്തെ പരിശോധിച്ചു. ഒടുവിൽ സേറഹിന്റെ മകനായ കർമ്മിയുടെ മകനായ ആഖാൻ ഇവിടെ പിടിക്കപ്പെട്ടു. ശ്രദ്ധിക്കണം, ആഖാന് അവനെ പിടിച്ചു. അവൻ ഈ ബാബിലോണിയ ഒരു മേലക്കിയും 200 ശേക്കൽ തൂക്കമുള്ള വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള പൊൻകട്ടിയും കണ്ടിട്ട് അവൻ മോഹിച്ച് അതെടുത്ത് അവൻ കൊണ്ടുപോയി തന്റെ കൂടാരത്തിൽ ഒളിച്ചു. യോശുവ തൊണ്ടി സഹിതം അവനെ പോക്കി. ജനമെല്ലാം അവനെയും അവന്റെ കുടുംബത്തെയും അവന്റെ കൂടാരത്തെയും അവനെടുത്ത മേലങ്കിയെയും അവനെടുത്ത പൊൻകട്ടിയും 200 ശേക്കൽ തൂക്കമുള്ള വെള്ളിയും അവന്റെ ആട്, കാള, കഴുത, കൂടാരം ഇവയെല്ലാമായി ഇതാ ആഖോർ താഴ്വരയിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നത്, യോശുവയെ ചോദിച്ചു, നീ ഞങ്ങളെ വലച്ചതെന്ന്? യഹോവ നിന്നെ ഇന്ന് വലയ്ക്കുമെന്ന് പറഞ്ഞ് സകല ജനവും അവനെ കല്ലെറിഞ്ഞു. വായിക്കുന്നവരെ തീട്ടു ചുട്ടു. കല്ലെറിഞ്ഞു എന്ന ഫയർ ബേൺസ്. ഇവിടെ ഒരു സന്ദേശം ഞാൻ വിളിച്ചു പറയട്ടെ. If we would but let the fire of the Holy Spirit fill us, all that is undesirable in us would be consumed. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന തീ നമ്മുടെ ഹൃദയമാകുന്ന തീത്തിടയിൽ ഒന്ന് കത്തി തുടങ്ങിയ ആഗ്രഹിക്കത്തക്കതല്ലാത്തതിനെ എല്ലാം അത് ദഹിപ്പിച്ചു കളയും. ദൈവാത്മാവിന് നൽകുന്ന ദൂതനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന തീ. നമ്മുടെ ഹൃദയത്താകുന്ന തീത്തിടയിൽ ഒന്ന് കത്തി തുടങ്ങിയാൽ ദൈവത്തിന് അയോഗ്യമല്ലാത്തത്, ആഗ്രഹിക്കത്തക്കതല്ലാത്തതെല്ലാം ആ തീ കത്തിച്ചു കളയും, കത്തിച്ചു കളയും, കത്തിച്ചു കളയും. ദൈവത്തിന് ഇഷ്ടമല്ലാത്തത്, ഹല്ലേലൂയ, ദൈവം വെറുക്കുന്നത്, ദൈവമേ അനിഷ്ടമായി കാണുന്നത്, വിശുദ്ധിക്ക് നിരക്കാത്തത് എല്ലാം ആ തീ ദഹിപ്പിച്ചു കളയും. ഹലോ, ഹലോ, സ്തോത്രം.
എന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. Set my soul afire, O Lord. ദൈവമേ, എന്റെ ഉള്ളത്തെ ഒന്ന് കത്തിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മുടെ സാധാരണ ക്രിസ്തീയ ജീവിതം അത് ഇന്ന് പകൽക്കാലം അതിനോട് ഒന്ന് വിട പറഞ്ഞിട്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ജീവിത സരണിയിലേക്ക് ഇന്ന് രാവിലെ ഭാഗമെടുത്തു വെക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ആഹ്വാനം നൽകുകയാണ്. ഹല്ലേലൂയ. If we would, but let the Holy Spirit, the fire of the Holy Spirit fill us. All that is undesirable in us would be consumed. സ്തോത്രം. ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ എത്ര കോൺഫറൻസിൽ സംബന്ധിച്ചാലും ഹല്ലേലൂയ, ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കാത്തത് ചിലത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിന് മാറ്റം വരണം. സ്തോത്രം. ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഇന്ന് രാവിലെ എത്ര പേർ ദൈവസന്നിധിയിൽ തങ്ങളെ സമർപ്പിക്കും? ഒന്നുമില്ലാത്ത ഒരു കന്യകയെ ചേർക്കുവാനാ യേശു വരുന്നത്. സ്തോത്രം. വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുവാൻ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, നേരിന് വേണ്ടി നിലകൊള്ളുവാൻ, ഹല്ലേലൂയ, ഉപദേശത്തിന്റെ നിർമ്മലതയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ ദൈവാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. സ്തോത്രം. He is all that fire is, and he does all that fire does. തീ എന്താകുന്നു? എന്റെ ദൈവം അത് തന്നെയാണ്. തീ എന്ത് പ്രവർത്തിക്കുന്നു? എന്റെ ദൈവത്തിന്റെയും പ്രവൃത്തി അത് തന്നെയാണ്. മറ്റൊരു ചിന്ത, ഫയർ പ്യൂരിഫൈസ്. തീ ശുദ്ധീകരിക്കുന്നു. നമുക്കറിയാം, യെശയ്യാ എന്ന പ്രവാചകൻ യഹോവയായ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദർശനം കണ്ടു. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നു. നീണ്ട 52 വർഷങ്ങളുടെ ഭരണത്തിന് ശേഷം യഹൂദയുടെ രാജാവായ ഉസിയാവ് മരിച്ചു. യഹൂദ നാട് ഒരു വലിയ അനിശ്ചിതത്വത്തിലായി. അവർ അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ രാജാവ് മരിച്ചു. കുഷ്ഠരോഗം പിടിച്ചാ മരിച്ചത്. ദൈവം യെശയ്യാവിനോട് പറഞ്ഞു, യഹൂദയുടെ രാജാവ് മരിച്ചിട്ടുള്ളൂ, പക്ഷെ യഹൂദയുടെ ദൈവം മരിച്ചിട്ടില്ല. സ്തോത്രം. യഹൂദയുടെ രാജാവ് കുഷ്ഠരോഗിയായിട്ടാണ് മരിച്ചു കിടക്കുന്നത്, പക്ഷേ രാജാവിന്റെ മഹത്വം, അവന്റെ പ്രഭാവം, ഗ്ലോറി യെശയ്യാവ് കണ്ടു. ഉയർന്നും ഭംഗിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സരാഫ് ഗണങ്ങൾ 6 ചിറക് വീതമുള്ള സരാഫുകൾ, 2 ചിറകുകൊണ്ട് പാദം മൂടി, 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് പറന്നു നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ഓരോരുത്തരോട് അവർ പറയുകയാണ്. അപ്പോൾ വായിക്കുന്നത്, യെശയ്യാവ് കാഴ്ച കണ്ടിട്ട് അവൻ നിലവിളിച്ചു. അവൻ പറഞ്ഞു, അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ ഞാൻ പാർക്കുന്നു. ഉടനെ ഒരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് പറന്നു വന്ന് യെശയ്യാവിന്റെ നാവിനെ തൊടുവിച്ചു. സ്തോത്രം. എന്നിട്ട് ദൂതൻ വിളിച്ചു പറഞ്ഞു, ഈ തീ നിന്നെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. സ്തോത്രം. എന്ന് പകൽക്കാലം അകൃത്യവും പാപവും അതിന് പരിഹാരം വരുത്തേണ്ടതിന് പരിശുദ്ധാത്മാവാകുന്ന തീയുടെ ആ മഴ നമ്മുടെ ഹൃദയങ്ങളാകുന്ന തീത്തിണ്ണയിൽ ഒന്ന് പെയ്തിറങ്ങുവാൻ എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കും? യെശയ്യാവ് കരഞ്ഞതുപോലെ എത്ര പേർക്കായി, അയ്യോ കർത്താവേ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ ഇടയിൽ ഞാൻ പാർക്കുന്നു. സ്തോത്രം. യാഗപീഠത്തിൽ നിന്ന് തീക്കനൽ കൊണ്ടുവന്ന് പ്രഭാവിനെ തൊടുവിച്ചു. സ്തോത്രം.
അത് തൊട്ടതിനാൽ അവൻ ശുദ്ധനായി തീർന്നു. എന്ന പകൽ എന്തെല്ലാം ഇവിടെ നടന്നാലും ഒരു ശുദ്ധീകരണം ഇവിടെ നടക്കുന്നില്ലെങ്കിൽ ഈ സമ്മേളനത്തിന് അർത്ഥമില്ലാതെ പോവുകയാണ്. ഹല്ലേലൂയ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. എന്ന പകൽ നമുക്ക് ആവശ്യം ശുദ്ധീകരണമാണ്. ദൈവത്തിന്റെ ആത്മാവിനെ അത് ചെയ്യുവാൻ കഴിയുള്ളൂ. യെശയ്യാവിന്റെ നാവിനെ തൊടുവിച്ച തീ എന്ന പകൽ നമ്മെ ഒന്ന് കത്തിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. Holy Spirit is the divine conflagration without which we remain cluttered and polluted. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഞാൻ പറയട്ടെ, അത് ദൈവികമായ അഗ്നി പ്രളയമാണ്. അത് കൂടാതെ നമ്മുടെ ജീവിതം താറുമാറായിരിക്കും. നമ്മുടെ ജീവിതം അടുക്കും ചിട്ടയുമില്ലാത്തതായിരിക്കും. ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിനൊരു ക്രമം വരുത്തുന്നത്, നമ്മുടെ ജീവിതത്തിന് ചിട്ട വരുത്തുന്നത്, നമ്മുടെ ജീവിതത്തെ താളപ്പിഴകളെ ഇല്ലാതാക്കുന്ന ദൈവിക അഗ്നി പ്രളയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. He is all that fire is, and he does all that fire does. തീ എന്താകുന്നു? എന്റെ ദൈവം അത് തന്നെയാണ്. തീ എന്ത് ചെയ്യുന്നു? എന്റെ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാകാം തീയുടെ പ്രവൃത്തി. Fire unites. തീ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നു, ഐക്യതയിലാക്കി തീർക്കുന്നു. നിങ്ങൾക്കറിയാമോ, the unity of metals comes only through applied fire. രണ്ട് ലോഹ കഷണങ്ങളെ തമ്മിൽ ഒന്നാക്കി തീർക്കണമെങ്കിൽ അതിലേക്ക് തീ കടത്തി വിടണം. സ്തോത്രം. Likewise, those people are united by the power of the fire of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങുമ്പോൾ മാത്രമേ വാഗന്നിരിക്കുന്ന വ്യക്തികൾക്ക് ഒന്നായിരിക്കുവാൻ കഴിയത്തുള്ളൂ. ഹലോ, കുടുംബ ബന്ധങ്ങൾ അകന്നിരിക്കുന്നെങ്കിൽ ഈ തീ ഒന്ന് പെയ്തിറങ്ങിയാൽ മതി ഹൃദയങ്ങളിലേക്ക്. ആ തീ അകൽച്ചകളെ മാറ്റോ. ലോഹങ്ങൾ കട്ടകളെ ഒന്നാക്കി തീർക്കുവാൻ തീ അതിലേക്ക് കടത്തിവിടുമ്പോൾ അത് സഹായമാകുന്നത് പോലെ. സ്തോത്രം, സ്തോത്രം. ദൈവത്തെ സ്തുതിക്കണം. എല്ലാവരും ദൈവത്തിന്റെ മഹത്വം കൊടുക്കണം. ദൈവമക്കളെ ഐക്യതയിൽ അമർത്തുന്നത് ഈ തീ ഇറങ്ങുമ്പോഴാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവാകുന്ന തീ പെയ്തിറങ്ങുന്ന സഭയ്ക്ക് ജനം അവിടെ ഉറച്ചു തമ്മിൽ യോജിപ്പുള്ളവരായി നീങ്ങുകയുള്ളൂ. സഭയിലായിരുന്നാലും വീട്ടിലായിരുന്നാലും. സ്തോത്രം. എന്തുകൊണ്ട് മക്കളും മാതാപിതാക്കളോട് പറയുന്നതിനോട് യോജിക്കുന്നില്ല? എന്തുകൊണ്ട് അവരുടെ മനസ്സ് അകന്നിരിക്കുന്നു? ഭർത്താവിന്റെ മനസ്സ്, ഭാര്യയുടെ മനസ്സ് എന്തുകൊണ്ട് അകന്നിരിക്കുന്നു? ഒരുമിച്ച് പാർക്കേണ്ടവർ, ഒരുമിച്ച് ജീവിക്കേണ്ടവർ, ഒരുമിച്ച് മുൻപോട്ട് പോകേണ്ടവർ എന്തുകൊണ്ട് ഭിന്നിച്ചിരിക്കുന്നു? സ്തോത്രം. ഏക പരിഹാരം പരിശുദ്ധാത്മാവാകുന്ന തീ ഒന്ന് പെയ്തിറങ്ങണം. സ്തോത്രം.
സ്തോത്രം. ഉപദേശങ്ങൾ നല്ലതാ, കൗൺസിലിംഗ് നല്ലതാ, കാര്യങ്ങളെല്ലാം നല്ലതാ, മാനുഷിക പരിശ്രമങ്ങൾ നല്ലതാ. പക്ഷേ അവയെല്ലാം പരാജയപ്പെടും. പരാജയപ്പെടുന്ന ഇടത്ത് അകൽച്ചകളെ മാറ്റി ഭിന്നങ്ങളെ നന്നാക്കുന്ന പരിശുദ്ധാത്മാവായ അഗ്നി ഇന്ന് പകൽ ഇവിടെ പെയ്തിറങ്ങട്ടെ. ദൈവമേ, എന്റെ ഉള്ളത്തെ കത്തിക്കണമേ. ഇന്ന് പകൽ എത്ര പേര് പ്രാർത്ഥിക്കും? എന്റെ ഉള്ളത്തെ കത്തിക്കണം, എന്റെ ഉള്ളത്തെ കത്തിക്കണമേ ദൈവമേ. Hallelujah. Hallelujah. Fellowship is dependent on the flame. കൂട്ടായ്മ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് തീജ്വാലയെ ആശ്രയിച്ച. നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കുക. This is a spiritual insight. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ പകൽ നമുക്ക് പകർന്നു തരുന്ന ഒരാത്മീക കാഴ്ചപ്പാടാണ്. Fellowship is dependent on the flame. കൂട്ടായ്മയെ ആശ്രയിച്ചിരിക്കുന്നത് അത് അതിന്റെ അടിസ്ഥാന കാരണം തീയാണ്. തീ. പെന്തക്കോസ്ത് നാളിൽ ജനത്തെ ഒരുമിച്ച് നിർത്തിയത് പെന്തക്കോസ്തിന്റെ ശക്തിയായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ തീ അവിടെ ഇറങ്ങിയതാണ്. എമ്മൗസ് യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരെ കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. സ്തോത്രം. ശ്രദ്ധിക്കണം. അവർ തമ്മിൽ വാദിച്ചും തർക്കിച്ചും കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. 2 ശിഷ്യന്മാർ അവർ മടങ്ങിപ്പോകുന്നത് തമ്മിൽ വാദിച്ചും തർക്കിച്ചും കൊണ്ടാണ്. തമ്മിൽ വാദിച്ചും തർക്കിച്ചും കൊണ്ടാണ്. വീട്ടിലും ഭർത്താവും ഭാര്യയും തമ്മിൽ വാദവും തർക്കവും എന്നതുപോലെ യേശുവിന്റെ ശിഷ്യന്മാരും ഇവിടെ തമ്മിൽ വാദിച്ചും തർക്കിച്ചും കൊണ്ടുപോവുകയാണ്. സ്തോത്രം. സ്തോത്രം. എന്നാൽ അവരോട് കൂടെ ഉയർത്തെഴുന്നേറ്റ യേശു ഒരു അജ്ഞാത സഖിയായി അവരുടെ അടുക്കിലേക്ക് വന്നു. അവരോട് ചേർന്ന് നടന്നു. യേശുവാണെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്നാൽ കുറെ കഴിഞ്ഞപ്പം യേശുവാണെന്ന് അവർക്ക് ബോധ്യമായി. കാരണം അവനെയും ക്ഷണിച്ചു അവരുടെ വീട്ടിലേക്ക്. ഭക്ഷണമേശയിലിരുന്നപ്പോൾ യേശു അപ്പമെടുത്തു, അപ്പമെടുത്തു, അനുഗ്രഹിച്ചപ്പോൾ അവരുടെ കണ്ണു തുറന്നു. യേശുവാണെന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ അവർ പറഞ്ഞ ഒരു വാക്കുണ്ട്, അവൻ നമ്മോട് വഴിയിൽ വെച്ച് തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളം നമ്മിൽ കത്തിക്കൊണ്ടിരുന്നില്ലേ? സ്തോത്രം. സ്തോത്രം. നമ്മുടെ ഉള്ളം നമ്മിൽ കത്തിക്കൊണ്ടിരുന്നില്ലേ? ഫയർ യുനൈറ്റ്സ്. ബ്രിട്ടനിൽ ജീവിച്ചിരുന്ന, ഈ രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു ജോൺ മെയ്സ്ഫീൽഡ്. വലിയ അനേക പ്രസിദ്ധമായ കവിതകളൊക്കെ എഴുതിയ ഒരു സുന്ദര എഴുത്തുകാരൻ ജോൺ മെയ്സ്ഫീൽഡ്. അദ്ദേഹം എഴുതിയ ഒരു കവിതയ്ക്ക് കൊടുത്ത തലവാചകം ഇതാണ്, എ വിഡോ ഇൻ ദ ബൈ സ്ട്രീറ്റ്. അതിൽ ആ കവിതയുടെ പ്രധാന പ്രമേയം ഇതാണ്, എ യങ് കൺവിക്റ്റഡ് ക്രിമിനൽ was to be hanged publicly. ഒരു യുവാവായ കുറ്റവാളി, അവന്റെ കുറ്റം തെളിയിക്കപ്പെട്ടു, അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ആ സംഭവമാണ്. അവനെ തൂക്കിക്കൊല്ലുന്ന ദിവസം ബ്രിട്ടനിലെ അനേക ആളുകൾ ആ കാഴ്ച കാണുവാൻ അവർ ഒരുമിച്ച് കൂടിയിരിക്കുക. ആരാച്ചാർ വന്നു, അവിടെ മരണവാതിൽ തുറന്നു. ഈ കൾപ്രിറ്റിനെ, ഈ കുറ്റവാളിയെ, ഈ യുവാവായ കുറ്റവാളിയെ ഇതാ അവിടെ കൊണ്ടുവന്ന് നിർത്തി. അവന്റെ തലയ്ക്ക് മീതെ ഒരുക്കിയിരുന്ന കയർ താണു വന്നു, അവന്റെ കഴുത്തിൽ കുടുങ്ങി. അതതിന്റെ പ്രവൃത്തി ചെയ്തു. എല്ലാ ജനവും നിശബ്ദരായി നോക്കി നിൽക്കുമ്പോൾ
ആ കൂട്ടത്തിൽ അവന്റെ അമ്മയുമുണ്ട്. ആ ഓൺലുക്കേഴ്സിന്റെ കൂട്ടത്തിൽ ആ അമ്മ നെടുവീർപ്പോടെ പദം പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞു, broken things too broke to be mended, too broke to mend. അവർ പറഞ്ഞ ഇതാണ്, എല്ലാം തകർന്നു പോയല്ലോ, കൂട്ടി യോജിപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ എല്ലാം തകർന്നു പോയല്ലോ. വൈധവ്യത്തിന്റെ ഒരുപാട് കണ്ണുനീർ കുടിച്ച ആ സ്ത്രീ അവരുടെ മകൻ ഇങ്ങനെയുള്ള ഒരു ദുർവിധി കണ്ടിട്ട് അവർ വിളിച്ചു പറഞ്ഞതാണ്, കൂട്ടിയോജിക്കുവാൻ കഴിയാത്ത നിലയിൽ അത് തകർന്നു പോയല്ലോ. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരും ഇതേ നിലയിലുള്ള നിരാശയോടെയാണ് പോയത്. സ്തോത്രം. നിരാശയുടെ എസൻസ് ആണ് ഈ സ്ത്രീയുടെ വാക്കുകൾ. ഇവിടെ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരും അവരും വാടിയ മുഖത്തോടെ ഇരുന്നു. അവരും തർക്കിച്ചും വാദിച്ചും പോവുകയാ. അവർക്ക് ഇപ്പൊ സന്തോഷം പോയി പറഞ്ഞു. അവരും അത് പറയുന്നത് എന്താണെന്നറിയാമോ? അവർ പറഞ്ഞത്, we hope that he was the one to redeem Israel. ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ അവനെന്ന് ഞങ്ങൾ പ്രത്യാശിച്ചിരുന്നു. പക്ഷെ ആശയെല്ലാം പോയി. Too broke to mend. കൂട്ടിയോജിപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ കാൽവറിയിൽ യേശുവിനെ തറച്ചു കൊന്നപ്പോൾ it was an apparent defeat. അത് പ്രത്യക്ഷത്തിൽ ഒരു പരാജയമാണ്. യേശുവിന്റെ ക്രൂശിലെ മരണം ലോകത്തിന്റെ ദൃഷ്ടിയിൽ ആർക്കും കൂട്ടിയോജിപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ സകല പ്രതീക്ഷകളും തകർന്നു പോയല്ലോ. അവരും പറയുന്നത്, എന്റെ സന്ദേശം ഇതാ, ഈ മെയ്സ്ഫീൽഡ് എഴുതിയ ആ കവിതയിലെ ആ പ്രമേയത്തിൽ ആ സ്ത്രീ പറഞ്ഞതുപോലെയാ ഇവരും പറയുന്നത്. Because they had pinned their hope on him. യേശുവിൽ അവരുടെ പ്രത്യാശ അവർ നെയ്തെടുത്തിരുന്നു. ഇപ്പൊ പറയുന്നത് എല്ലാം തകർന്നു പോയിരുന്നു. Too broke to mend. അങ്ങനെ ചിന്തിച്ച് നിരാശയോടെ പോകുമ്പോഴാ യേശുദാനം അവരോട് ചേർന്ന് ഉയർത്തെഴുന്നേറ്റ യേശു അവരോട് ചേർന്ന് നടക്കുന്നത്. ഇന്ന് രാവിലെ ഞാനൊരു സന്ദേശം വിളിച്ചു പറയട്ടെ. എന്റെ ദൈവത്തിന് കൂട്ടിയോജിപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ ഒരു തകർച്ചയെയും ഇവിടെ ഇരിക്കുന്ന ആരും അഭിമുഖീകരിക്കുന്നില്ല. ഇന്ന് പകൽ നമ്മുടെ ഹൃദയമാകുന്ന തീത്തിണ്ണയിൽ പരിശുദ്ധാത്മാവാകുന്ന തീ ഒന്ന് കത്തി ആരംഭിക്കുമെങ്കിൽ എല്ലാ ഭിന്നങ്ങളെയും അത് നന്നാക്കും. എല്ലാ തകർച്ചകളെയും അത് പണിയോ. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഒരു വാക്കൂടെ പറഞ്ഞ് ഈ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കാം. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നു, He is all that fire is, and He does all that fire does. തീ എന്താകുന്നോ എന്റെ ദൈവം അത് തന്നെയാണ്. തീ എന്ത് ചെയ്യുന്നോ അത് തന്നെ എന്റെ ദൈവം ചെയ്യുന്നത്. നിങ്ങൾക്ക് വിശന്നിട്ടാണോ ചിലരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയില്ല. സ്തോത്രം. സ്തോത്രം. ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തോത്രം. എന്ന് പകൽ മീഖായേൽ ദൂതൻ ഇവിടെ ഇറങ്ങി വന്നാൽ സ്തോത്രം. നമ്മുടെ പിണ്ടങ്ങൾ നന്നാകണമെങ്കിൽ തീ ഇറങ്ങണം. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ജീവിതമൊന്ന് സമർപ്പിക്കണം. എത്ര പേര് തങ്ങളെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കും. ഒരു വലിയ ദൈവമേ എന്റെ ഉള്ളത്തിൽ ഒന്ന് കത്തിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ കൂട്ടായ്മ, എന്റെ കുടുംബം, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ ജീവിതം ആ തീയില ആ തീപ്രളയത്തില് നിമജ്ജനം ചെയ്യപ്പെടണം.
ഒരു ചിന്ത കൂടെ ഒടുവിലായിട്ട്, I said he is all that fire is and he does all that fire does. എന്റെ ദൈവം തീ എന്താകുന്നോ എന്റെ ദൈവം അതാണ്. തീ എന്ത് ചെയ്യുന്നോ എന്റെ ദൈവം അതാ ചെയ്യുന്നത്. എന്താ തീയുടെ പ്രവൃത്തി? ഫയർ empowers. തീ നമ്മെ ശക്തീകരിക്കുന്നു. ഞാൻ പറയട്ടെ, we are powerless because we are flameless. എന്തുകൊണ്ടാ പെന്തക്കോസ്ത് പ്രസംഗകനെ നീ ദുർബലനായി സ്റ്റേജിൽ നിലകൊള്ളുന്നത്? കാരണം ഈ തീജ്വാല അവിടെ കത്തുന്നില്ല, നിന്നിൽ തീയില്ല. എന്തുകൊണ്ടാ സഭാരാധന നിർജീവമായി തീരുന്നത്? തീ അവിടെ ഇറങ്ങുന്നില്ല. എന്തുകൊണ്ടാ ഇംഗ്ലണ്ടിലെ വലിയ കത്തീഡ്രലുകൾ ഇന്ന് ഒഴിഞ്ഞു കിടക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ തീ അവിടെ കത്തുന്നില്ല, കത്തിയില്ല. ജനം ചിതറിപ്പോയി. യവനക്കാർ ലോകത്തിലേക്ക് ഒഴുകിപ്പോയി. സ്തോത്രം. ഇത് നമുക്കും വന്ന് ഭവിക്കാതിരിപ്പാൻ നമ്മുടെ തലമുറയും ലോകത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോകാതിരിപ്പാൻ ഇന്ന് രാവിലെ ദൈവത്തോട് നിലവിളിക്കട്ടെ. എന്റെ ഉള്ളത്തെ കത്തിക്കണമേ, എന്റെ ഉള്ളത്തെ കത്തിക്കണമേ. എന്റെ സഭയിൽ ആ പരിശുദ്ധാത്മാവാകുന്ന തീ ഒന്നിറക്കണമേ. എന്റെ ഹൃദയമാകുന്ന തീ തിന്നയില്ല. ആ തീ കടാതെ കടാതെ ഞാൻ സമാഗമന കൂടാരത്തില് താമരയാകത്തിൽ തീ കടാതിരുന്നത് പോലെ ആ തീ എന്നിലൊന്ന് കത്തി ചലിക്കട്ടെ, കത്തിയോ ചലിക്കട്ടെ. ഞാൻ ചില വർഷങ്ങൾക്ക് അപ്പുറം വന്നപ്പോൾ അബർദീനില്ല. വൈകുന്നേരം ഞാൻ ടൗണിലൂടെ ഇറങ്ങി നടന്നു. മനോഹരമായ ഒരു കത്തീഡ്രൽ ചർച്ച് അല്ല, ഒരു CSIയുടെ ചർച്ച്, കത്തീഡ്രൽ ചർച്ച്. ആ ഡയോസിസിലെ മദർ ചർച്ചാണല്ലോ ഇത്. അതല്ല, ആ ഡയോസിസിൽപ്പെട്ട ഒരു ചർച്ചായിരുന്നു പണ്ട്. അത് വിറ്റു. ഞാൻ നോക്കിയപ്പോൾ അത് പബ്ലിക് ഹൗസ് ആയിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. തൊട്ടടുത്ത് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, കോളേജുണ്ട്. അവിടുത്തെ യുവാക്കൾ വന്ന് സന്ധ്യയായപ്പോൾ മനോഹരമായി ഒരിക്കൽ ആരാധനയ്ക്ക് ഉപയോഗിച്ചിരുന്ന അച്ചാപ്പൻ എന്ന് യുവാക്കൾ മദ്യപിച്ച് കൂത്തരങ്ങുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ലിറ്ററലി ഇല്ലാഞ്ഞിട്ടല്ല, ആരാധന ക്രമമില്ലാഞ്ഞിട്ടല്ല, പണമില്ലാഞ്ഞിട്ടല്ല, ആരെയില്ലാഞ്ഞിട്ടല്ല, വേണ്ടത് അവിടെ ഇല്ലാതിരുന്നു. അങ്ങനെ 10 വർഷം പറഞ്ഞു, പൊന്നും വെള്ളി ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് തരുമോ? ശക്തി പരിശുദ്ധമാകുന്ന ഒന്ന് കത്തി വഴി ഭരിക്കട്ടെ. തലമുറയെ ഓർത്തെങ്കിലും ഇടനെച്ച് പൊട്ടുമാറ് എന്ന് പകൽ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. എന്റെ ഉള്ളത്തെ കത്തിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ആ തീ കത്തുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബാന്തരീക്ഷം, നമ്മുടെ കുടുംബത്തിലെ പ്രാർത്ഥന അന്തരീക്ഷം എല്ലാം തണുത്തു പോകും. തലമുറകൾ കൈമോശം വരും, തലമുറകൾ നഷ്ടപ്പെടും, ദൈവസഭയെ തണുപ്പ് ബാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുന്നു. നാം അവിടെ വായിക്കുന്നത് കാത്തിരുന്ന 120 പേരുടെ മേൽ the Holy Spirit appeared unto them like as of fire. അഗ്നിജ്വാല പോലെ അവരുടെ മേൽ പതിഞ്ഞു. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. അവിടെ സംഭവിച്ചെന്നറിയോ? When the fire of God begin to burn within us, an ordinary person do extraordinary things. പരിശുദ്ധാത്മാവാകുന്ന തീ നമ്മുടെ ഹൃദയമാകുന്ന തീത്തിണ്ണയില് ഒന്ന് കത്തി ആരംഭിച്ചാൽ സാധാരണക്കാരനെ കൊണ്ട് ദൈവം അസാധാരണ കാര്യം ചെയ്യിക്കും. അന്ന് കേവലം ഒരു സാധാരണക്കാരനായി പത്രോസ്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ? He was an very unstable, wishy-washy and impulsive person when Jesus first met him. യേശു പത്രോസിനെ കാണുമ്പോൾ പത്രോസ് എങ്ങനെയാ? തീർത്തും അസ്ഥിരനായ, പെട്ടെന്ന് തണുത്തു പോകുന്ന അസ്ഥിരനായ ഒരു മനുഷ്യനായിട്ടാണ് യേശു അവനെ കാണുന്നത്. ആരോ ഒരാള് പത്രോസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പത്രോസിനെ കുറിച്ച് പറഞ്ഞ എങ്ങനെയാ? He never worried about what he had said because he never thought about what he was going to say before he said it. എന്താ പറയാൻ പോകുന്നതെന്ന് പത്രോസ് he never worried about what he had said. പത്രോസ് പറഞ്ഞതിനെ കുറിച്ച് ഒരിക്കലും worried ആയിട്ടില്ല. കാരണം എന്താ പറയാൻ പോകുന്നതെന്ന് പറയുന്നതിന് മുമ്പേ അവൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനായി. സ്തോത്രം, സ്തോത്രം. എന്നാൽ ഈ തീ അവന്റെ ഹൃദയമാകുന്ന തീത്തിണ്ണയില് ഒന്ന് കത്തി തുടങ്ങിയപ്പോൾ പെന്തക്കോസ്ത് നാളിലെ ഒറ്റ പ്രസംഗത്തിൽ ഒരു പുരുഷായുസ് കൊണ്ട് ഒരു വ്യക്തി ചെയ്യാത്ത ശുശ്രൂഷയുടെ നിറവ് പത്രോസ് എന്ന കാണുന്നു. 3000 പേര് അന്ന് രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രസംഗങ്ങൾക്ക് മൂർച്ച കൂടണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന ഇഫക്റ്റീവ് ആകണമെങ്കിൽ, ദൈവശക്തി നമ്മുടെ കൂട്ടായ്മകളിൽ ഇറങ്ങി വരണമെങ്കിൽ, ഹല്ലേലൂയ, ഈ തീ നമ്മുടെ ഹൃദയമാകുന്ന തീത്തിണ്ണയില് ഒന്ന് കത്തി ജ്വലിക്കണം, കത്തി തുടങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനീ പറയുന്നത് ഒരു തിയറിയല്ല. സ്തോത്രം. ഇത് സത്യമായ ഒരു വസ്തുതയാണ്. ഇതിന് ദൈവമക്കൾ ഇടം കൊടുക്കുന്നില്ലെങ്കിൽ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി വാഞ്ചിച്ചിട്ട് കാര്യമില്ല. സ്തോത്രം. ഞാനൊരു വാക്കുകളെ അധികം ദീർഘിപ്പിക്കാതെ വേഗം അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ഇംഗ്ലണ്ടിൽ അൽഡേഴ്സ് ഗേറ്റിൽ നടന്ന ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടത്തിൽ ഹൃദയത്തിന് ചൂട് പിടിച്ച ഹൃദയമാകുന്ന തീത്തിണ്ണയിൽ പരിശുദ്ധാത്മാവാകുന്ന തീ കത്തുക മൂലം ഞാൻ പറയട്ടെ, ചൂട് പിടിച്ച ചാൾസ് വെസ്ലി ഇംഗ്ലണ്ടിന്റെ ഓരോ നൂക്ക് ആൻഡ് കോർണറിൽ ചെന്നിട്ട് സുവിശേഷം നിർഭയം പങ്കുവച്ചു. അന്ന് പാപത്താൽ തലകീഴായി കിടന്ന ഇംഗ്ലണ്ടിനെ ഇന്ന് ഇന്ത്യ എങ്ങനെ കറപ്റ്റഡ് ആണോ, ഇന്നത്തെ ഇന്ത്യയെക്കാൾ അന്ന് ഇംഗ്ലണ്ട് കറപ്റ്റഡ് ആയിരുന്നു. സ്തോത്രം. പാപത്താൽ തലകീഴായി കിടന്ന ഇംഗ്ലണ്ടിനെ സുവിശേഷത്താൽ നേരെയാക്കുവാൻ ദൈവം ആ മനുഷ്യനെ ഉപയോഗിച്ചു. സ്തോത്രം. ഇന്ന് ഇംഗ്ലണ്ട് ഒരു മിഷൻ ഫീൽഡാണ്. ഞാൻ പറയട്ടെ, നമ്മിൽ ചിലരെ ഈ രാജ്യത്തിൽ ഒരു ഉണർവിന് വേണ്ടി, ഒരു നവോത്ഥാനത്തിന് വേണ്ടി ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. കുറഞ്ഞ പക്ഷം ഇവിടെ വിദ്യ അഭ്യസിക്കുന്ന നമ്മുടെ തലമുറയുണ്ടല്ലോ, ഭാഷ നന്നായി കൈകാര്യം ചെയ്യാവുന്നവർ, അവരോട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ കഴിവുള്ളവർ.
അവരിൽ ചിലരെങ്കിലും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. എത്ര പേർ അതിനു വേണ്ടി കരയും, ആഗ്രഹിക്കും? ഹല്ലേലൂയ. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കട്ടെ. Set my soul afire, O Lord. ദൈവമേ, എന്റെ ഉള്ളത്തെ ഒന്ന് കത്തിക്കണമേ, എന്റെ ഉള്ളത്തെ ഒന്ന് കത്തിക്കണമേ കർത്താവേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Praise the Lord. Praise the Lord. When the fire of God begin to burn within us, ordinary church can do extraordinary things. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന തീ നമ്മുടെ ഉള്ളത്തിൽ കത്തി തുടങ്ങുമ്പോൾ ഒരു സാധാരണ കൂട്ടത്തെ സഭയെ കൊണ്ട് ദൈവത്തിന് അസാധാരണ കാര്യം ചെയ്യിക്കാൻ പറ്റും. പത്രോസിനെ പിടിച്ച് അന്ന് ജയിലിൽ അടച്ചു, യാക്കോബിനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. ദൈവസഭയ്ക്കെതിരെ കൊലപാതക ഭീഷണിയുമായിട്ട് നരകശക്തികൾ ഇതാ എതിർപ്പെട്ടപ്പോൾ, സ്തോത്രം, ആൾബലമില്ലാത്ത, സ്വാധീനതയില്ലാത്ത, പണമില്ലാത്ത, ലോകപ്രകാരമൊന്നുമില്ലാത്ത ആദിമ നൂറ്റാണ്ടിലെ ഒരു സാധാരണ സഭ അവരൊരു വീട്ടിൽ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. പത്രോസിനെ തടവിലാക്കിയിരുന്ന തടവിനയുടെ വാതിൽ, ഒന്നാം വാതിലും രണ്ടാം വാതിലും പട്ടണത്തിന്റെ വാതിലും എല്ലാം ദൈവാത്മാവ് തന്റെ ദൂതനെ അയച്ച് അവന് വേണ്ടി തുറന്നു കൊടുത്തു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പറയട്ടെ, something incredible will happen when the fire of God began to burn in our hearts. നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവാകുന്ന തീ കത്തുവാനിടയായ അവിശ്വസനീയമായ ദൈവപ്രവൃത്തി നമ്മുടെ കൂട്ടായ്മയെ കൊണ്ട് ദൈവം ചെയ്യിക്കും. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഒരു 4-5 മിനിറ്റൂടെ നാം ദൈവസന്നിധിയില് സമയമെടുക്കുകയാണ്. എനിക്ക് അനുവദിച്ചെന്ന സമയത്തിനുള്ളില് ഒരു പഴയ പാട്ടുണ്ട്, തീ കത്തിക്കാം, എങ്കിൽ തീ കത്തിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നാം ശക്തിയോടെ പാടണം. എന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനയായി ദൈവസന്നിധിയിൽ ഉയരുന്നു. ഞാൻ പറഞ്ഞു, ദൈവത്തോടെ എത്ര പേർ പ്രാർത്ഥിക്കും? Set my soul afire. ദൈവമേ, എന്റെ ഉള്ളത്തെ കത്തിക്കണമേ, എന്റെ ഉള്ളത്തെ കത്തിക്കണമേ. ഹല്ലേലൂയ. എന്ന് പകൽ എത്ര പേര് പ്രാർത്ഥിക്കും? ഹരിതാത്തതിനെ എല്ലാം ദഹിപ്പിച്ച് കളയട്ടെ. സ്തോത്രം. എഫെസോസിലെ അഗ്നിപ്രളയം ഹരിതാത്ത ഗ്രന്ഥങ്ങളെ കത്തിച്ചു കളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിന് ദോഷം വരുത്തുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തെയും മലീമസമാക്കുന്ന ഹരിതാത്ത ഗ്രന്ഥങ്ങൾ, ഹരിതാത്ത കാഴ്ചകൾ, ഹരിതാത്ത സംസാരങ്ങൾ, ഹരിതാത്ത ചിന്തകൾ. ഹല്ലേലൂയ. ഹരിതാത്തതിനെ ദഹിപ്പിക്കുന്നു. അകൃത്യത്തിന് പരിഹാരം വരുത്തുന്ന, പാപത്തിന് പരിഹാരം വരുത്തുന്ന,
എന്റെ ദൈവം അത് തന്നെയാ ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പാടണം. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർമ്മേലിൽ പെയ്തിറങ്ങിയ തീ, ഹോരേബിൽ കത്തുന്ന മുൾപടർപ്പിൽ പ്രത്യക്ഷമായ തീയുടെ സാന്നിധ്യം. ഹല്ലേലൂയ. സമാഗമന കൂടാരത്തിൽ താമ്രയാഗപീഠത്തിൽ നിരന്തരം കത്തിക്കൊണ്ടിരുന്ന തീ, പരിശുദ്ധാത്മാവാകുന്ന തീ നമ്മുടെ ഉള്ളത്തിൽ